ഇപ്പോൾ കൊച്ചിയിലെ ഇ ഡി ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ മുഖ്യപ്രതിയായ കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ ഡിയുടെ വിശ്വാസ്യത ഉൾപ്പെടെ തകർന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കൊച്ചിയിലെ ഇ ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ ബാരിക്കേഡ് മാർച്ചിടാൻ ശ്രമം നടത്തിയപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നേതാക്കൾ ഉദ്ഘാടനം ഉൾപ്പെടെ നടത്താൻ പോവുകയാണ്. വി കെ സനോജ്, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകുന്നുണ്ട്. വി കെ സനോജ് സംസാരിക്കാൻ പോവുകയാണ്. ആസിഫ് മുഹമ്മദ് നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ആസിഫ്, ഇ ഡിക്കെതിരെ തുടരെ പ്രതിഷേധങ്ങളാണ്. വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു. ഡിവൈഎഫ്ഐയുടെ സമരം എപ്പോഴാണ് തുടങ്ങിയത്? സംഘർഷ സാഹചര്യം ഉണ്ടായിരുന്നു ആസിഫ്? തീർച്ചയായും അല്പം മുമ്പാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇ ഡി ഓഫീസിലേക്ക് മാർച്ച് ആരംഭിച്ചത്. മാർച്ചുമായി എത്തിയ പ്രവർത്തകർ ഇ ഡി ഓഫീസിന് സമീപം സ്ഥാപിച്ച ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചു. ഇതിനെ തുടർന്നാണ് പോലീസ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുള്ളത്. ഏതായാലും വലിയൊരു രാഷ്ട്രീയമായ പ്രതിഷേധം തന്നെ ഇ ഡിക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉയർന്നു വരുന്നുണ്ട്. വിവിധ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകളും ഈ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഏതായാലും ഡിവൈഎഫ്ഐയും ഇന്ന് സമാനമായ രീതിയിൽ വലിയൊരു പ്രതിഷേധം തന്നെയാണ് ഇ ഡി ഓഫീസിലേക്ക് ഇപ്പോൾ നടത്തിക്കൊണ്ട് ഇരിക്കുന്നത്. ഇ ഡി രാഷ്ട്രീയ വേട്ടയ്ക്ക്, അതായത് കേന്ദ്ര സർക്കാർ എതിരെ നിൽക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വേട്ടയാടുന്നതിന് കൂട്ടുനിൽക്കുന്ന ഒരു ഏജൻസിയായി ഇ ഡി മാറിയിട്ടുണ്ട്. അതോടൊപ്പമാണ് ഈ വ്യവസായികളുടെ അടക്കമുള്ള കേസ് ഒതുക്കി തീർക്കാൻ കോടികളുടെ കോഴ വാങ്ങുന്ന ആളുകളായി ഇ ഡിയുടെ ഉദ്യോഗസ്ഥർ മാറിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഈ ഒരു മാർച്ചിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതായാലും അഴിമതി നടത്തുന്ന ഒരു കൂട്ടമായി ഇ ഡി മാറി എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഡിവൈഎഫ്ഐ നേതൃത്വത്തിലുള്ള മാർച്ച് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇ ഡി ഓഫീസിന്റെ സുരക്ഷയും ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം ഇ ഡി ഓഫീസിൽ ഇപ്പോൾ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. അത് ഈ 2 ദിവസമായി തുടരുന്ന പ്രതിഷേധത്തിന് കൂടി സാഹചര്യത്തിലാണ് അത്തരത്തിൽ ഇ ഡി ഓഫീസിന്റെ സുരക്ഷയും ഇപ്പോൾ വർദ്ധിച്ചിട്ടുള്ളത്. എന്തായാലും ഡിവൈഎഫ്ഐയുടെ മാർച്ച് ഇപ്പോൾ തുറന്നുകൊണ്ട് ഇരിക്കുകയാണ്. നൂറുകണക്കിന് വരുന്ന യുവതി യുവാക്കൾ ആ മാർച്ചിൽ ഇപ്പോൾ ഭാഗമാവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ആസിഫ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഉദ്ഘാടന നടപടികളിലേക്ക് കടക്കുകയാണ് മാർച്ച്.